ഈ പറഞ്ഞ രണ്ട് മാവും കുളമ്പും നാംഡോക്ക് മാവും 80% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറും രുചിയും ഒക്കെയുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യസമേതം കുളമ്പ് മാവും നാംഡോക്ക് മാവ് വെക്കാത്തവർക്ക് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, വൈസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം, നമ്മുടെ സുഹൃത്തുക്കൾ 2-3 ആൾക്കാർ വാട്സാപ്പിലൊരു യൂട്യൂബിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ നാംഡോക്കുമായി കുളമ്പ് മാവ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തുന്ന ലിങ്കായിരുന്നു അത്. അപ്പോൾ ഈ ഒരു തൈകൾ നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. മാംഗോ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളോട് പല മാവിൻ തൈകളും പല ആൾക്കാരും ചോദിച്ച് വാങ്ങാറുണ്ട്. ഒരു പുതുതായി മാമ്പഴമൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ഞാൻ കൂടുതലായി സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന നാംഡോക്ക്, കുളമ്പ്, കാലപ്പാടി ഇതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ ആൾക്കാർക്കും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് കുളമ്പ് മാവിനെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കുളമ്പ് മാവാണ് ഏറ്റവും നല്ല മാവ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഏതായാലും ഒരു വ്യക്തികൾക്ക്, ഒരു വീട്ടിലെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ മാംഗോ ആണ് കുളമ്പ് മാവ്. ഈ ഹിമാപസന്ത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതൽ സ്ഥലത്തും ഇത് കായ പിടിക്കുന്നില്ല. അതുപോലെ തന്നെ കായ പിടിച്ചു കഴിഞ്ഞെങ്കിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 കായകളായിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരാൾ കുളമ്പ് മാവ് നട്ടുപിടിപ്പിച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മറ്റേത് മാവിനേക്കാളും ഏറ്റവും കൂടുതൽ കൊലകുത്തി കായ്ക്കുന്ന ഒരു മാവാണ് കുളമ്പ് മാവ്. വേറെ മാവ് ഇല്ല എന്നല്ല, ചന്ദ്രക്കാരനൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, കൊലകുത്തി കായ്ക്കും. പക്ഷേ നല്ല മധുരവും നല്ല ടേസ്റ്റുള്ള, ഏകദേശം ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു മാവാണ് കുളമ്പ് മാവ്. വേറൊരു പ്രത്യേകത, ഈ മരത്തിൻ്റെ കമ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ കൂടുതലും മാവുകൾക്ക് ഈ കമ്പുണക്കെന്നുള്ള അസുഖം വരാറുണ്ട്. പക്ഷേ നമ്മളെ ഈ കുളമ്പ് മാവിന് അങ്ങനെയുള്ളൊരു അസുഖം കാണാറില്ല. ഇതിൻ്റെ മാങ്ങ പഴുത്ത് നിലത്ത് വീണ് കഴിഞ്ഞാൽ തന്നെ പുഴുവിൻ്റെ ശല്യം പോലും ഇതിൽ ഉണ്ടാകാറില്ല. നമ്മുടെ ഒരു ഓപ്പൺ ഏരിയയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കുട പോലെ പന്തലിച്ച് നിൽക്കും. ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. നമുക്കെടുക്കാം, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാങ്ങ ലഭിക്കുന്ന, നല്ല രുചിയുള്ള, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു മരം വെക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കുളമ്പ് മാവിനെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. വിദേശ ഇനം മാവ് ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ ഞങ്ങൾ നാംഡോക്കുമൈയാണ് കൂടുതൽ ആൾക്കാർക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഈ നാംഡോക്കുമൈ സജസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, അതും ഈ പറഞ്ഞ കുളമ്പിനെ പോലെ നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. അത് നിങ്ങൾ മണ്ണിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതിൻ്റെ മരം നല്ല കുട പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതേപോലെ അതിൻ്റെ മാങ്ങ കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നാംഡോക്കുമായി അടിപൊളി മാങ്ങയാണ്. പിന്നെ ഈ നാംഡോക്കിൻ്റെ ചില ആൾക്കാർ ഫ്ലേവറിൻ്റെ ഇതൊക്കെ പറയാറുണ്ട്. നാംഡോക്കുമായിക്ക് അതിൻ്റെതായ ഫ്ലേവർ നാംഡോക്കുമായി മാവിന് ഉണ്ട്. നാംഡോക്കുമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഓവർ പഴുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ മാങ്ങ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ആ നാംഡോക്കുമയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് മാങ്ങകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നാംഡോക്കുമായി ആയിരിക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്ക്, ഇപ്പോൾ പലവിധ മാങ്ങകൾ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ നാംഡോക്കുമായി ഇഷ്ടപ്പെടാതിരിക്കാം. അത് വേറൊരു വിഷയമാണ്. പല വെറൈറ്റി മാങ്ങകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഒരു മാങ്ങ തന്നെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഷിപ്പുകൾ, അതുപോലത്തെ അതിൻ്റെ ടേസ്റ്റിലൊക്കെ നമുക്കൊരു മതിപ്പ് വരാം. നാംഡോക്കുമായി സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി മാങ്ങയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കാം. നാംഡോക്കുമയിൽ പോലും കുളമ്പിനെ പോലെ പുഴുക്കേട് ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾ മാവ് ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ആൾക്കാർക്ക് വിവാദമാക്കേണ്ട ആവശ്യമില്ല. നാംഡോക്കുമായി ഫ്ലേവർ ഇല്ല, ടേസ്റ്റ് ഇല്ല, ഇതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ധൈര്യസമേതം നാംഡോക്കുമായി മാവ് വെക്കാം, കുളമ്പ് മാവ് വെക്കാം. ഞാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ തൈകൾ നൽകി വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല സ്ഥലത്തും പോയിട്ട് ഞാൻ മാങ്ങകൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നാംഡോക്കുമായി കഴിച്ചിട്ടുണ്ട്. കാസർഗോഡ് മാത്രമല്ല ഞാൻ മാമ്പഴം കഴിക്കുന്നത്, കൊല്ലത്ത് പോയി കഴിക്കാറുണ്ട്, തിരുവനന്തപുരം, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഡെലിവറി ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് അവിടെ മാങ്ങകൾ ചില കസ്റ്റമർ നമുക്ക് തരാറുണ്ട് നാംഡോക്കുമൈൻ്റെ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ
നാംഡോക്കുമായി മാങ്ങയ്ക്ക് രുചികളിൽ എനിക്ക് വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് മാവും കുളമ്പും നാംഡോക്കുമാവും 80% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറും രുചിയും ഒക്കെയുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യസമേതം കുളമ്പ് മാവും നാംഡോക്കുമായി മാവ് വെക്കാത്തവർക്ക് വെക്കാം. ഇനിയിപ്പോൾ ഒരെണ്ണം വെച്ച ആൾക്കാർക്ക് വീണ്ടും വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വെക്കാം. ഇനി നിങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിലാണോ കൃഷി ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ഇതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മാത്രമാണ് നിങ്ങൾ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യേണ്ടത്. നമ്മളെ വീടുകളിൽ നല്ല ശുദ്ധമായ വിഷം കലർത്താത്ത മാങ്ങകളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ നാംഡോക്കുമായി അതുപോലെ കുളമ്പ് മാവൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാം. എന്നെ ഒരുപാട് മാങ്ങകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ കുറേ ദിവസം ചെയ്തിട്ടില്ല. എന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മളോട് ഒരുപാട് ആൾക്കാർ തൈകളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് സഹകരിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. പല വിദ്യാഭ്യാസ മേഖലയിലുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാർ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, സാധാരണ ആൾക്കാർ, പല വിഭാഗത്തിലുള്ള ആൾക്കാർ നമ്മളെ കയ്യിൽ നിന്ന് തൈകൾ വാങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല നിലവാരത്തിലുള്ള റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് ലഭിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് ഏത് രീതിയിലാണോ അതിനെ നമ്മൾ സമീപിക്കുന്നത് അതിന് അനുസൃതമായിരിക്കും നമ്മൾക്ക് അത് റിസൾട്ട് തരിക. ഏതായാലും എല്ലാവരോടും സ്നേഹവും സന്തോഷവും മാത്രമാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തൈകൾ വേണമെങ്കിൽ മാവ്, പ്ലാവ്, റംബൂട്ടാൻ എല്ലാവിധ തൈകളുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും, നമ്മളിപ്പോൾ വയനാട്, ഇടുക്കി ആ ഭാഗത്താണ് നമ്മളിപ്പോൾ പൊതുവെ ഡെലിവറി ചെയ്യാത്തത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആയിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യസമേതം നല്ല തൈകൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ നമ്പർ 96 33 65 22 07. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.